ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ സൗണ്ട് കുറച്ച് കുറവ് തന്നെ ആയിരിക്കും, എനിക്കറിയാം. രാത്രി 11:30 ആയിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം. 11:40. വീട്ടിൽ വലിയ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരുപാട് തിരക്കുകളായതുകൊണ്ടാണ് ഇത്തരം വൈകിയ വേളയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, സൗണ്ട് ഹെഡ്സെറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാതെ വച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അവിടുന്ന് വീട്ടുകാരൊക്കെ ഇറങ്ങി എന്ന് തല്ലും. ഓക്കെ, അപ്പോൾ സന്ദർഭമായി ഉണർത്തിയതേ ഉള്ളൂ. അതായത് സൗണ്ട് ഇത്ര ഉണ്ടാവുള്ളൂ, അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമുക്കിനിയിപ്പോൾ എക്സാമിന് ഒരുപാട് ദിവസമില്ലല്ലോ, അതുകൊണ്ട് ഉള്ള ടൈമിൽ വെച്ച് റെക്കോർഡിങ് നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആദ്യം ഈ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ നല്ലപോലെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥാപനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിന് നമ്മൾ അഡീഷണലി ചില പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതിനെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് കൊടുക്കണം, അതിന് മേലെ കൊടുക്കുന്നതിനാണ് അഡീഷണലി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ബി ലിമിറ്റഡ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എക്സാമ്പിളിലേക്ക് പോകുന്നത്. എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്, ബി ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്. ഓക്കെ, ഈ എ ലിമിറ്റഡിൻ്റെ 100% ഷെയറും ഈ എ ലിമിറ്റഡ് എന്ത് ചെയ്യാണ്, ബി ലിമിറ്റഡിൻ്റെ 100% ഷെയറും അക്വയർ ചെയ്യാൻ പോവുകയാണ്. ഒരു കമ്പനി മറ്റൊരു കമ്പനീൻ്റെ ഷെയർ അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, അതിൻ്റെ ആസ്തികൾ ഇങ്ങോട്ട് വാങ്ങുക, അതിൻ്റെ ബാധ്യതകൾ സെറ്റ് ഓഫ് ചെയ്യുക, അതല്ലേ. അപ്പോൾ നമുക്ക് ബി ലിമിറ്റഡിൻ്റെ അടുത്ത് എന്തൊക്കെ അസറ്റ് ഉണ്ട് നോക്കാം. ബി ലിമിറ്റഡിൻ്റെ അടുത്ത് 3 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലയബിലിറ്റി എത്ര ഉണ്ട്, ലയബിലിറ്റി ഒരു 50,000 രൂപയുടെ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്തപ്പോൾ എ ലിമിറ്റഡിന് കിട്ടണ എന്താ, 3 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റും 50,000 രൂപേൻ്റെ ബുദ്ധിമുട്ടും അല്ലേ. അപ്പോൾ അൾട്ടിമേറ്റ്ലി എത്ര ബെനിഫിറ്റ് കിട്ടി, 3 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റും 50,000ത്തിൻ്റെ ഇടങ്ങേറും അല്ലേ കിട്ടിയത്. അപ്പോൾ കിട്ടിയത് ഇങ്ങനെ പറയാം, നമുക്ക് 2,50,000ത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടിയെന്ന് പറയാം അല്ലേ. അസറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫിഗറാണ്, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇടങ്ങേറ് പിടിച്ച സാധനം ആയതുകൊണ്ട് നെഗറ്റീവ് അല്ലേ. അപ്പം അൾട്ടിമേറ്റ്ലി എത്ര കിട്ടിയത്, 2.5 ലക്ഷം കിട്ടി. ഇതിനെ നമുക്ക് നെറ്റ് അസറ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, നെറ്റ് അസറ്റ്. അപ്പോൾ ഈ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ വാങ്ങുമ്പം തീർച്ചയായിട്ടും എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരില്ലേ. ഈ അസറ്റൊക്കെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ വെറുതെ കൊണ്ടേക്കോ എന്ന് പറയാതെ എത്തിങ്ങാനെ പള്ളി അമ്പലമോ നടത്തുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പൈസ കിട്ടേണ്ടി വരും. അതുതന്നെ അപ്പോൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് വാങ്ങുമ്പം അതിന് ഒരു 3 ലക്ഷം രൂപ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തു എന്ന് കരുതുക. അതായത് ഈ അസറ്റും ലയബിലിറ്റിയും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ കൊടുത്തു, 3 ലക്ഷം രൂപ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എത്രയാണ് ഇപ്പം എ ലിമിറ്റഡിന് കിട്ടുന്നത്. എ ലിമിറ്റഡിന് 2,50,000 കിട്ടുന്നുള്ളൂ. അതിന് എ ലിമിറ്റഡ് അങ്ങോട്ട് എത്ര രൂപ കൊടുക്കുന്നുണ്ട്, 3 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് എത്ര കൊടുത്തു, ഒരു 50,000 രൂപ അഡീഷണൽ കൊടുത്തു. ഈ അഡീഷണലി കൊടുത്തതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്തോ അഡീഷണൽ കൊടുത്തു എന്ന്. ഈ അഡീഷണലി കൊടുത്തതിനെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഇതിപ്പോൾ എ ലിമിറ്റഡ് ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും ചെയ്തുക, എ ലിമിറ്റഡ് എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി ചെയ്തുക. എ ലിമിറ്റഡിന് അസറ്റ് കിട്ടിയപ്പം അസറ്റ് കൂടാണ് ഡെബിറ്റ് ചെയ്തു. എത്ര, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 3 ലക്ഷം. 2 ലയബിലിറ്റി എന്താ ഉള്ളത്, 50,000. ഓക്കെ, അതേസമയം ബി ലിമിറ്റഡിന് കൊടുക്കാൻ 3 ലക്ഷം ഉണ്ട്. അപ്പോൾ അതൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണ്ടേ. ബി ലിമിറ്റഡ് എത്ര കൊടുക്കണം, 3 ലക്ഷം. അപ്പോൾ ഇവിടെ
ക്രെഡിറ്റ് സൈഡിൽ 3.5 ലക്ഷം ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ 3 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 50,000 കൂടെ ജേണൽ എൻട്രി ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണ്ടേ? ഈ 50,000 ഒരു പേര് ഇടുന്നു. എന്താ പേര്? ഈ 3 ലക്ഷം കൊടുത്തിട്ട് 2.5 ലക്ഷം വാങ്ങുമ്പോൾ അഡീഷണലി ആ കൊടുത്തത് എന്തിനു വേണ്ടിയിട്ട്? ആ എ ലിമിറ്റഡിന് എന്ത് മുഖേനയും ഈ ബി ലിമിറ്റഡിനെ വാങ്ങണം. അതിന് കുറച്ചധികം പൈസ എറിഞ്ഞിട്ടാലും ശരി. അപ്പോൾ ബി ലിമിറ്റഡിൽ എന്തോ ഒരു ഗുഡ് വില്ല് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ? എന്തോ ഒരു അഡീഷണൽ എന്തോ ഒരു പവർ കണ്ടതുകൊണ്ടാണ് അതിനെ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അഡീഷണലി കൊടുത്ത പൈസനെ ഗുഡ് വിൽ എന്നാണ് വിളിക്കുക. ഗുഡ് വിൽ എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ ക്ലിയർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നേരത്തെ ഉള്ള എക്സാമ്പിൾ തന്നെ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതായത് പർച്ചേസ് കൺസിഡറേഷൻ 3 ലക്ഷം ഉള്ളതിന് പകരം കൊടുക്കുന്നത് എത്ര രൂപ? 2 ലക്ഷമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? നെറ്റ് അസറ്റ് 2.5 ലക്ഷം, എന്നാൽ പർച്ചേസ് കൺസിഡറേഷൻ എത്രയേ കൊടുക്കുന്നുള്ളൂ? 2 ലക്ഷമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെന്താ അർത്ഥം? ഈ കമ്പനീൻ്റെ ഇത്രയും സാധനം നമ്മൾ കോഴി വേസ്റ്റൊക്കെ കൊണ്ടുപോകണമായിരിക്കുക, അങ്ങോട്ട് കൊടുക്കും വേണം, കോഴി വേസ്റ്റ് അങ്ങോട്ട് കൊടുക്കും വേണം, പിന്നെ അത് കൊണ്ടുപോകാൻ പൈസയും കൊടുക്കണം. അതേമാതിരിയാണ് 2.5 ലക്ഷം കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ്, എന്നിട്ട് 2.5 ലക്ഷത്തിന് എത്ര കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇതെന്താ? ഈ കമ്പനിക്കൊരു മൂല്യമില്ലാത്തതാണ്. ഇതിനെ ബാർഗെയിൻ ചെയ്യുന്നത് അല്ലേ? സംഭവങ്ങൾ 2.5 ഉണ്ട്, പക്ഷേ എനിക്ക് 2 തരാൻ കഴിയുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. അപ്പോൾ ബാർഗെയിൻ ചെയ്യുക. അപ്പോൾ അതിനെ ബാർഗെയിൻ പർച്ചേസ് എന്നും എന്ത് ചെയ്യും പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ എന്നും പറയും. എന്തു പറയും? ഒന്നെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ എന്നും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഓക്കെ, ബാർഗെയിൻ പർച്ചേസ് ആൻഡ് അപ്പം ബാർഗെയിൻ പർച്ചേസ്, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയാം. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ബാർഗെയിൻ പർച്ചേസ് നടത്തിയിട്ട് ഗെയിൻ കിട്ടിയതാണ് അല്ലേ? ബാർഗെയിൻ ചെയ്തിട്ട് 2.5 ഉള്ള നിങ്ങളെ തുക്കട കമ്പനി എനിക്കതൊന്നും തരാൻ കഴിയൂല, 2 തരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഗെയിനാണ് ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അസറ്റ് 3 ലക്ഷം, ലയബിലിറ്റി 50,000. ബി ലിമിറ്റഡിന് എത്ര കൊടുക്കേണ്ടത്? ബി ലിമിറ്റഡിന് എത്ര കൊടുക്കുള്ളൂ? 2 ലക്ഷമേ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 ലക്ഷത്തിന് ഇവിടെ എത്ര എത്തുന്നുള്ളൂ? ക്രെഡിറ്റ് സൈഡിൽ 2.5 എത്തുന്നുള്ളൂ. അപ്പോൾ ബാക്കി 50,000 ഇവിടെ എഴുതണ്ടേ? അതിന് നമ്മൾ എഴുതുക ക്യാപിറ്റൽ റിസർവ് എന്നാണ്. ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുമ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് 2 കാര്യം. ഇതേ സമയം നേരത്തെ കേസിൽ നമ്മൾ 100% ഷെയറാണല്ലേ അക്വയർ ചെയ്ത്. ഇതിപ്പോൾ 50% ഷെയർ അക്വയർ ചെയ്യുന്നുള്ളൂ, അതിന് 2 ലക്ഷം രൂപ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എക്സാമ്പിൾ ഒന്ന് നോക്കുക. അതിലൊന്നുമില്ല, 50% ഷെയർ അക്വയർ ചെയ്യുന്നുള്ളെങ്കിൽ ഈ 2.5 ലക്ഷത്തിനും ഇവർക്ക് അർഹത കിട്ടൂല. എത്രയേ കിട്ടുള്ളൂ? ഒരാളുടെ മുഴുവൻ അസറ്റാണ് ഈ കിടക്കുന്നത് 2.5 ലക്ഷം എന്ന് പറയുന്നത് നെറ്റ് അസറ്റ്. അതിൽ 50% എന്ത് കിട്ടുന്നുള്ളൂ? നമുക്ക് ഷെയർ കിട്ടുന്നുള്ളൂ, എ ലിമിറ്റഡിന് ഷെയർ കിട്ടുന്നുള്ളൂ. അപ്പം എ ലിമിറ്റഡിന് കിട്ടുന്ന നെറ്റ് അസറ്റ് എത്രയേ ഉള്ളൂ? 1,25,000 ഉള്ളൂ. അതും വരും, അതും ചിന്തിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗെയിൻ ഫ്രം കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ ആദ്യം നോക്കാം, അതിനുശേഷം ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസും നോക്കാം. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഫോർ അക്വയറിങ് ഷെയർസ് ഇൻ സബ്സിഡിയറി ദ പേരൻറ്റ് കമ്പനി ഹാസ് ടു പേ ദ പ്രൈസ് ഓർ കൺസിഡറേഷൻ അല്ലേ? കൺട്രോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു കമ്പനീൻ്റെ ഷെയർ വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ? ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ പേരൻറ്റ് കമ്പനി. പേരൻറ്റ് കമ്പനി എന്ത് ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അപ്പോൾ സപ്പോസ് എ ലിമിറ്റഡ് അക്വയർ 80% ഓഫ് ഷെയർസ് ഇൻ ബി ലിമിറ്റഡ്. നേരത്തെ നമ്മൾ 100% എടുത്തിരുന്നു, ഇവിടെ 80% എടുക്കാം. ബി ലിമിറ്റഡിൻ്റെ 80% എന്ത് ചെയ്തു? അക്വയർ ചെയ്തു. എ ലിമിറ്റഡ് അതിന് പേ ചെയ്തു എത്ര രൂപ? 5 ലക്ഷം പേ ചെയ്തു. ഈ 80% കിട്ടാൻ വേണ്ടി എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് എത്ര കൊടുത്തു? 5 ലക്ഷം കൊടുത്തു. ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിലുള്ള എ ലിമിറ്റഡിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ത്? ഈ 5 ലക്ഷം.
ദ നെറ്റ് അസറ്റ് ഓഫ് ബി ലിമിറ്റഡ് എത്രയാണ്? വർത്ത് ₹6 lakh. 6 ലക്ഷമാണ് നെറ്റ് അസറ്റ് ഉള്ളത്. ഈ 5 ലക്ഷം കൊടുത്തിട്ട് എത്ര ശതമാനം ഷെയറാണ് വാങ്ങണേ? 80% ഷെയറാണ് വാങ്ങണത്. അപ്പോൾ കമ്പനീൻ്റെ ബി ലിമിറ്റഡിൻ്റെ നെറ്റ് അസറ്റ് എത്രയുള്ളത്? 6 ലക്ഷമാണുള്ളത്. ഈ 6 ലക്ഷത്തിൻ്റെ അസറ്റും ഈ എ ലിമിറ്റഡിന് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. 80% ഷെയറല്ലേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 80% എന്ന് പറയുമ്പം 4,80,000 എന്ത് കിട്ടുള്ളൂ? അസറ്റ്, ആ നെറ്റ് അസറ്റിൻ്റെ ബെനിഫിറ്റ് അയാൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 4,80,000 നെറ്റ് അസറ്റിന് എ ലിമിറ്റിൻ്റെ അർഹത ഉള്ളൂ. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻ ദിസ് കേസ് എ ലിമിറ്റഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു നെറ്റ് അസറ്റ് വർത്ത് 4,80,000. ഈ കേസിൽ എ ലിമിറ്റഡ് എന്തിനെ അർഹത ഉള്ളൂ? 4,80,000 നെറ്റ് അസറ്റിനെ അർഹത ഉള്ളൂ. ദസ് എ ലിമിറ്റഡ് ഹാസ് പെയ്ഡ്. അപ്പോൾ ഈ 4,80,000 കിട്ടാൻ വേണ്ടി എ ലിമിറ്റഡ് എത്ര കൊടുത്തു? 5 ലക്ഷം കൊടുത്തു. പർച്ചേസ് കൺസിഡറേഷൻ 5 ലക്ഷം. അതിന് കിട്ടുന്ന പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് എത്രയുള്ളൂ? 4,80,000. അപ്പോൾ അഡീഷണലി കൊടുത്ത 20,000 ഇവിടെ എന്താണ്? കോസ്റ്റ് ഓഫ് കൺട്രോളാണ്, അല്ലെങ്കിൽ ഗുഡ് വില്ലാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതെന്നുള്ള മാറ്റം എന്തേ ഉള്ളൂ? 6 ലക്ഷത്തിൻ്റെ നെറ്റ് അസറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ 80% ആർക്ക് കിട്ടുന്നുള്ളൂ? എ ലിമിറ്റഡിന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 80%-ന് അയാൾ കൊടുത്ത പൈസ 5 ലക്ഷമാണ്. ആ 5 ലക്ഷം മൈനസ് 4,80,000 ചെയ്യുന്നതാണ് ഗുഡ് വില്ല്. ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. എക്സാമ്പിൾ 4 നമുക്ക് ചെയ്തു നോക്കാം. എക്സാമ്പിൾ 4 ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ 4 നമുക്ക് നല്ലപോലെ വൃത്തിക്ക് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ അല്ലേ? ഇതിൽ ഈ ചാപ്റ്ററിൽ തന്നൊരു ക്വസ്റ്റ്യനിൽ വളരെയധികം മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ പറയുന്നുണ്ട് ഏതിനാണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ആദ്യം എക്സാമ്പിൾ 4 ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 4 എന്താ പറയുന്നത്? എക്സ് ലിമിറ്റഡ് അക്വയർ 100% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിൻ്റെ 100% ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? അക്വയർ ചെയ്തിട്ടുണ്ട്. which has 40,000 shares of 10 each at a market price of 12 per share. അതായത് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൻ്റെ 40,000 ഷെയർ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ എന്ത് ചെയ്തു? വാങ്ങി. എത്ര രൂപക്ക്? മാർക്കറ്റ് പ്രൈസ് 12 രൂപക്ക് വാങ്ങി. അപ്പം 40,000 ഷെയറിന് 10 കൊടുത്തത്? അല്ല, 12 രൂപ കൊടുത്തു. അപ്പോൾ എത്ര കൊടുത്തത്? 4,80,000 കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? പർച്ചേസ് കൺസിഡറേഷനാണ്. ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് വൈ ലിമിറ്റഡ് 5 ലക്ഷം ആൻഡ് 1 ലക്ഷം. അസറ്റ് 5 lakh ആണ്, ലയബിലിറ്റി 1 ലക്ഷമാണ്. അപ്പോൾ നെറ്റ് അസറ്റ് എത്ര? നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം മൈനസ് 1 ലക്ഷം. അപ്പോൾ എത്ര കിട്ടുന്നത്? 4 ലക്ഷമാണ്. 4 ലക്ഷമാണ്. അപ്പോൾ ഈ 4 ലക്ഷമാണ് നെറ്റ് അസറ്റ് കിട്ടി. അപ്പോൾ ഇനി എങ്ങനെ ഗുഡ് വില്ല് കാണാൻ നോക്കാം. ഗുഡ് വില്ല് കാണാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നെറ്റ് അസറ്റ് അക്വേർഡ് കണ്ടു അല്ലേ? നെറ്റ് അസറ്റ് രണ്ടും എഴുതുക കേട്ടോ. ഞാൻ ഈ എഴുതിയ അതേ സാധനം നിങ്ങൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്തത്, പർച്ചേസ് കൺസിഡറേഷൻ കാണാം. പർച്ചേസ് കൺസിഡറേഷൻ എത്ര? 40,000 ഇൻറ്റു 12, 4,80,000. ഓക്കെ. ഇനി പ്രൊപ്പോർഷനേറ്റ് ഇതിൽ പിന്നെ പ്രൊപ്പോർഷൻ ചെയ്യല്ല, ഫുള്ളാണ്. അപ്പം നെറ്റ് അസറ്റ് അക്വേർഡ്, നെറ്റ് അസറ്റ് അക്വേർഡ് എത്ര? 5 ലക്ഷമാണ് അസറ്റ്. അല്ല, 6 ലക്ഷം അല്ലേ അസറ്റ്? അല്ല, 5 ലക്ഷം തന്നെ. 5 ലക്ഷമാണ് അസറ്റ്. ലയബിലിറ്റി 1 ലക്ഷം, അത് കുറച്ചു. അപ്പോൾ ബാലൻസ് എത്ര കിട്ടുന്നത്? അപ്പം 4 ലക്ഷമാണ് എന്ത്? നെറ്റ് അസറ്റ്. ഇനി എങ്ങനെ ഗുഡ് വില്ല് കാണുക? ഗുഡ് വില്ല് കാണാനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. ഗുഡ് വില്ല് ഈസ് ഈക്വൽ ടു പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസറ്റ് അക്വേർഡ്. നെറ്റ് അസറ്റ് അക്വേർഡ് അപ്പോൾ എത്ര വരും? 4 ലക്ഷം
4,80,000 അല്ലേ, 4,80,000 മൈനസ് 4 ലക്ഷം, അപ്പോൾ എത്ര വരും? 80,000. ഇതാണ് ഗുഡ് വില്ല്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഗുഡ് വില്ല് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നതിന് പറയാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. ഇനി ഇത് 100% എന്ത് ചെയ്തതാണ്? അക്യൂർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ 80% അക്യൂർ ചെയ്തതാണ്. അപ്പോൾ നോക്കാം. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് 80% ഓഫ് ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. The issued capital of Y Limited consists of 25,000 shares of 10 each. അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്താ പർച്ചേസ് ചെയ്തത്? എക്സ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് 25,000 ഷെയർസ് ഓഫ് 10 each ആണ്. അല്ല, എക്സ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് 25,000 ഷെയർസ് ഓഫ് 10 each, 2,50,000 അതിൻ്റെ 80%. പക്ഷേ അതിന് എത്ര കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് ഷെയർ. നമ്മൾ നേരത്തെ 40,000 × 10 എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ 80% എടുത്തത്. അപ്പോൾ കിട്ടുക 2,50,000 80%. അതവിടെ നിന്നോട്ടെ. കൺസിഡറേഷൻ പേ ചെയ്തതിന് എത്രയാണ്? 2,60,000 ആണ്. ഓക്കെ. ദ ഐഡൻറ്റിഫിബിൾ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എത്രയാണ്? 3 ലക്ഷം, അതുപോലെ തന്നെ 50,000 റെസ്പെക്റ്റീവ്ലി, അസറ്റും ലയബിലിറ്റിയും. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ അനുസരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാണുക. പർച്ചേസ് കൺസിഡറേഷൻ ഈ ക്വസ്റ്റ്യൻ 2 രീതി നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാണുക. എത്ര പർച്ചേസ് കൺസിഡറേഷൻ? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 2,60,000. ഓക്കെ. ഇനി പ്രപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ്, കാരണം 80% എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് പ്രപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ്. പ്രപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് എത്ര? അതെന്ന് പറയുമ്പം 3 ലക്ഷം മൈനസ് 50,000 ഇൻറ്റു 80/100. എന്താ കാരണം? 80% ഇയാൾക്ക് കിട്ടുന്നുള്ളൂ. ഈ 2,60,000 കൊടുക്കുമ്പം ഈ അസറ്റ് ആൻഡ് ലയബിലിറ്റീൻ്റെ 80% ഇയാൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2,50,000 ഇൻറ്റു 80% എന്ന് പറയാൻ പറ്റും. എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2 ലക്ഷം ആയിരിക്കും, എന്നാലും ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2,50,000 ഇൻറ്റു 80%, 2 ലക്ഷമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതെത്രയാണ്? 2 ലക്ഷമാണ്. 2 ലക്ഷം. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് 2,60,000. 2,60,000. അതിന് കിട്ടുന്ന പ്രപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് എത്രയാണ്? 2 ലക്ഷം. അപ്പോൾ ഇവിടെ ഗുഡ് വില്ല് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ഇതാണ് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കൺസിഡറേഷൻ പേ ചെയ്തത് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ് അക്യൂർഡ്. അതെന്താ സംഭവം? ഇവിടെ കൺസിഡറേഷൻ നമുക്കറിയാം, അതെത്ര? 2,60,000 പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്കറിയില്ല, മൈനസ് നെറ്റ് അസറ്റ് അക്യൂർഡ് എത്ര? 2,50,000. ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം? ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡാണ് കേട്ടോ. 2,50,000 കമ്പനീൻ്റെ ക്യാപിറ്റൽ ആണല്ലോ. 2,50,000 ആണല്ലോ കമ്പനീൻ്റെ ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ 2,50,000 അതെങ്ങനെ കിട്ടിയേ? അതൊന്നുമില്ല, 25,000 ഇൻറ്റു 10, അതാണ് കമ്പനീൻ്റെ ക്യാപിറ്റൽ 2,50,000. ഇതിൻ്റെ 20% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. കാരണം എന്താ? 80%
എക്സ് ലിമിറ്റഡിന് കൺട്രോൾ കിട്ടിയിരുന്നു. അപ്പോൾ ബാക്കി 20% കൺട്രോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ 20% കാണാം. 20% കാണാം. അതെത്ര? 50,000 വരും. അപ്പോൾ ഇനി നോക്കുക, കൺസിഡറേഷൻ എത്ര? 2,60,60,000. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്ര? 50,000. അപ്പോൾ എത്ര വന്നു? 3,10,000 വന്നു. മൈനസ് 2,50,000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60,000. അപ്പോൾ 2 രീതി ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് എടുത്ത് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇത് എനിക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസറിൽ മിസ്സിങ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, യഥാർത്ഥ ആൻസർ വിശദീകരിച്ച് ഒരു വീഡിയോ ഇടാം. 20 മിനിറ്റ് ആയില്ലേ. ഇതേ മെത്തേഡ് നമ്മൾ റെഡിയാക്കി ചെയ്യുന്ന മെത്തേഡ് നമുക്ക് വേറെ ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്ത് അതേപോലെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കുക അത് നമ്മൾ ചെയ്ത മെത്തേഡായിരിക്കും ശരി എന്നുള്ളത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.